വിവാഹത്തിന് വേണ്ടി പലപ്പോഴും മതപരിവർത്തനം ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു പഠനം, അത് ഞാൻ മാത്രമല്ല പല ജ്യോതിഷികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ കുട്ടികൾ പ്രണയബന്ധങ്ങളിലൊക്കെ കുരുങ്ങുമ്പോൾ വീട്ടുകാര് പിന്നീട് തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് അവരെ വിവാഹം കഴിപ്പിക്കാൻ നോക്കും. വിവാഹം കഴിപ്പിക്കാൻ നോക്കുമ്പോൾ അവര് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മാറിയിട്ടില്ല ഇന്നും ജാതി വ്യവസ്ഥകൾ നമ്മുടെ ഇടയിലുണ്ട്. ആ ജാതിയിൽപ്പെട്ട ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോൾ പൊരുത്തം നോക്കി ഇത് നടത്താതിരിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ ഈ പേരൻസും മടുക്കും, ഈ കുട്ടിയും മടുക്കും. അപ്പൊ അവർ വിചാരിക്കും എന്നാ പിന്നെ പഴയതായാൽ മതിയായിരുന്നു, ഈ ജാതകവും പ്രശ്നങ്ങളും ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ചിന്തിച്ച് മതം മാറി മറ്റും പോയിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളും ഒരുപാട് കുട്ടികളും നമുക്കിടയിലുണ്ട്. ഈ പൊരുത്തം എന്ന് പറയുന്നത് കേവലം 10 പൊരുത്തം എഴുതി കൂട്ടുന്നതും ജാതക ചേർച്ച നോക്കുന്നതും ദശാസന്ധി നോക്കുന്നതുമല്ല. നമ്മൾ കുടുംബ പൊരുത്തങ്ങൾ നോക്കണം. കുടുംബങ്ങൾ ഒന്നിച്ചു പോകാൻ കഴിയുന്നതാണോ എന്ന പൊരുത്തം നോക്കണം. സാമൂഹ്യമായ ഒരു പശ്ചാത്തലം രണ്ടുപേരുടെയും ഒരുമിച്ച് പോകാൻ കഴിയുന്നതാണോ എന്ന് നോക്കണം. വിദ്യാഭ്യാസപരമായി ഇവർ തമ്മിൽ പൊരുത്തമുണ്ടോ എന്ന് നോക്കണം, രണ്ടുപേരുടെയും വിദ്യാഭ്യാസ രീതികളിൽ. അതുപോലെ ഇവരുടെ ജോലി സംബന്ധമായ പൊരുത്തങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. ശാരീരിക ഘടന, വലിയ തടിയുള്ള ഒരാൾ, സ്കെൽറ്റ് ഒരാൾ, അങ്ങനെ മാറി അവരുടെ ശാരീരിക ഘടനകൾ തമ്മിൽ പൊരുത്തപ്പെടാൻ പറ്റുമോ എന്ന് നോക്കണം. അതോടൊപ്പം നമ്മൾ നക്ഷത്രപ്പൊരുത്തവും ജാതക ചേർച്ചയും ദശാസന്ധിയും നോക്കണം. അല്ലാതെ ഇത് മാത്രം വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ഇപ്പോ ഇത് പറയുമ്പോൾ എന്നാ പറ്റി ഇയാൾ എന്തിനാ പൊരുത്തം നോക്കുന്നതെന്ന് ചോദിച്ചാൽ, പൊരുത്തം നോക്കണ്ട എന്നല്ല പറയുന്നത്, ആ പൊരുത്തവും നോക്കണം, ഒപ്പം ഈ പൊരുത്തം നോക്കണം. നോക്കാറുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ എതിർക്കുന്ന ഒരാളുകളോട് ചോദ്യം, നിങ്ങളുടെ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാനിരിക്കുന്നു, ഒരു ആലോചന വരുന്നു, 10ൽ 10 പൊരുത്തം അല്ലെങ്കിൽ 8 പൊരുത്തം ഉത്തമമുണ്ട്, ജാതകങ്ങൾ തമ്മിൽ നല്ലതുപോലെ ചേരും, അവർ ദശാസന്ധി ദോഷമില്ല, പക്ഷെ ആ പയ്യൻ മഹാ ഫ്രോഡാണ്, അവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, മോശം സാഹചര്യത്തിൽ ജീവിക്കുന്നവനാണെങ്കിൽ നിങ്ങൾ ഈ പൊരുത്തത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവനെ കല്യാണം കഴിക്കാൻ നിൽക്കില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താ നോക്കുന്നത്? അവന്റെ സ്വഭാവ രീതികൾ നോക്കും. സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് നമ്മൾ ഇന്ന് പ്രാധാന്യത്തിൽ എടുക്കേണ്ടത്. കാരണം പൊരുത്തം മാത്രം ഇപ്പൊ 8 പൊരുത്തം ഉത്തമം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദാമ്പത്യ ജീവിതവും നല്ലതായി പോകില്ല. പരസ്പരം മനസ്സിലാക്കലുകളാണ് ജീവിതം എന്ന് പറയുന്നത്. ഞാനും എന്റെ ഭാര്യയും മധ്യമരഞ്ജു എന്ന് പറയുന്ന ദോഷത്തിൽപ്പെട്ട, ആരും വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്ത ദോഷത്തിൽപ്പെട്ട 2 നക്ഷത്രങ്ങളാണ്. അപ്പൊ ഞാൻ സ്നേഹിച്ചു, വാക്ക് കൊടുത്തു, അതുകൊണ്ട് ഞങ്ങൾ കല്യാണം കഴിച്ചു. ആ സമയത്ത് ഞാൻ എന്റെ അച്ഛൻ ഇത് മധ്യമരഞ്ജു ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി തന്നെ ഞാൻ പദ്യം പഠിച്ച് ഗണ്ണാം താൽ സമനാടികം എന്നൊക്കെ പറഞ്ഞൊരു പദ്യമൊക്കെ പഠിച്ച്, അത് അച്ഛൻ അറിവില്ലായ്മ കൊണ്ടല്ല, കാരണം നടത്തുക എന്നുള്ള എന്റെ ഒരു ലക്ഷ്യമായതുകൊണ്ടാണ്. ഇപ്പൊ ജഡ്ജിയുടെ മുമ്പിൽ വക്കീല് വാദിക്കുന്നത് അദ്ദേഹത്തിന് നിയമം അറിയാത്തത് കൊണ്ടല്ല, വക്കീലിന് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ പഠിച്ച് പറഞ്ഞ് കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ 10 ദിവസം വഴക്കുണ്ടാവും, 5 ദിവസം വീണ്ടും 10 ദിവസം വഴക്കുണ്ടാവും, 5 ദിവസം വീണ്ടും 2 പിള്ളേരും ഉണ്ട്. എന്നോട് ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സംതൃപ്തനാണ് എന്ന് തന്നെ ഒരു കണ്ണടച്ച് ഉത്തരം പറയാൻ കഴിയും. ഇതെല്ലാം ജീവിതത്തിലും ഉള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഇതിന് മൂന്നാമതൊരാളെ ഇതിലോട്ട് തൽക്കാലത്തേക്ക് ഇടപെടുത്തരുത്. ജ്യോത്സ്യനാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. അല്ലാതെ പൊരുത്തം എല്ലാം ഉത്തമമായതുകൊണ്ട് ഇവിടെ ഒരു ദാമ്പത്യ ജീവിതവും നല്ലതായി പോകില്ല എന്ന് വെച്ചാൽ പൊരുത്തം നോക്കരുത് എന്നല്ല അർത്ഥം. നിങ്ങൾ പൊരുത്തം നോക്കണം. അത് കേവലം നക്ഷത്ര പൊരുത്തവും ജാതക ചേർച്ചയും ദശാസന്ധിയും മാത്രമാകരുത്. ബാക്കി സാമൂഹ്യമായ എല്ലാ ചുറ്റുപാടുകളും നിങ്ങൾ നോക്കണം. ആ ചുറ്റുപാടുകൾ കൂടുതൽ നിന്നാൽ പൊരുത്തം അല്പം കുറവായാലും ഒരു പ്രശ്നവുമില്ല. നല്ല ഒരു കുടുംബജീവിതം നമ്മളുടെ കുട്ടികൾക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്.